നേരത്തെ രാത്രി മുഴുവൻ നീ ഓരോന്ന് പറയായിരുന്നു ഉറക്കത്തിൽ. നേരത്തെ കമ്പനി പോണോ? മേരുകുട്ടി, എടി മേരുകുട്ടി, എടി മേരുകുട്ടി, എണീക്കടി. അമ്മച്ചി വേണമെങ്കിൽ കുറച്ചുകൂടി കിടന്നു. കുഞ്ഞേട്ടന് നേരത്തെ പോണം. എടി എഴുന്നേക്ക്, ചായക്ക് വെള്ളം വെക്കേ. അവനൊരു കത്തുകൂടി അവക്ക് അയച്ചിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നാക്കി പോയിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞു. ഞാൻ അവളെ കൊണ്ട് അങ്ങോട്ട് പോകാം. നാളെ ഒരു ദിവസം ലീവ് എടുക്കാം. ബാക്കി പണവും കൊണ്ട് മതി ആ പടി കയറാനെന്നല്ല അവന്റെ അപ്പം പറഞ്ഞത്. പണം കൊടുക്കാം അമ്മച്ചി. 10 പവൻ 10,000 റുപ്പിക. എന്ത് കണ്ടിട്ടാ നിന്റെ അപ്പൻ അന്ന് സമ്മതിച്ചത്? അതെന്താ വല്ലം? അപ്പം വാക്ക് പറഞ്ഞല്ലേ. അപ്പം മരിച്ചു പോയാലും കണക്ക് തീർക്കേണ്ട ബാധ്യത നമുക്കില്ലേ അമ്മച്ചി? 5000-ന് എവിടെ പോവും മോനെ? അതില്ലാതെ അവൾ അങ്ങോട്ട് ചെല്ലണ്ടെന്നല്ലേ തന്ത പറഞ്ഞത്? വെള്ള കഞ്ഞിയും വെള്ളവും കുടിച്ച് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ അവൾക്കത് ഇഷ്ടമല്ല. അവക്ക് പോണോന്ന് ഒരേ എന്ന് ഞാൻ ഇവിടെ ഇരിക്കാനോ അമ്മച്ചി? നിന്റെ കെട്ടിയവൻ അറിയില്ലേ ഇവിടുത്തെ സ്ഥിതി? ആ തന്തയും തള്ളയും നിന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുമ്പം സ്നേഹോളാനാച്ചാ അവനൊരു വാക്ക് പറയണ്ടേ? കണക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതായിരുന്നു. നാട്ടിലെ പുരയിടം വിറ്റിട്ടാ നിന്റെ അപ്പൻ ഇത്രയും ചെയ്തത്. താഴെ 2 ഇല്ലയോ? അവറ്റിനെ അയക്കാറാവുമ്പോ ചേട്ടത്തിക്ക് ചേട്ടത്തിയുടെ കാര്യമേ ഉള്ളൂ. നീ ഒന്നും മിണ്ടാരിയടി. ആ പിന്നെ ബഹളം വെക്കണ്ട. നിന്റെ ഇടപാട് തീർക്കാനുള്ളത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ശരിയാവും. എപ്പോ? നീ ഒന്നും കഴിക്കുന്നില്ലേ? നിക്ക്, ഞാനിപ്പോ. എണീക്കും, നേരെ ഒരുപാടായി. പണിക്കാർക്ക് ഇപ്പൊ വരുമല്ലോ ഈശ്വര. ആ തള്ളക്ക് അറിയാത്തത്. ഞാൻ പറഞ്ഞത് എന്തോന്ന്? മഴ വരണതിന് മുമ്പേ വീടിന്റെ തട്ട് വാർക്കണമെന്ന അച്ഛന്റെ കത്തില്. 5000 ഒന്നിച്ചില്ലെങ്കിൽ 2 തവണയായിട്ട് അയച്ചാലും മതി. എപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ തോന്നരുത്. വേറെ ആരോട് ചോദിക്കാനാ? നിന്റെ ആ പഴയ ഡോക്ടർ നേഴ്സിന്റെ സഹായത്തിന് വരില്ലേ? നോക്കൂ, അതും പറഞ്ഞാലേ
പത്മയുടെ സ്വഭാവം മാറും. ഞാൻ പോട്ടെ, രാത്രി ലേറ്റ് ആയിട്ടേ വരും. വേണ്ട, രാത്രിയിൽ മാത്രമേ ലോക്കിയുള്ളൂ, അതിന് വേണ്ട. 5000 കാര്യത്തിന് പണങ്ങണ്ട, തരാം. നാളെ കൊടുത്തയച്ച വല്ലവരുടെ കയ്യിൽ. പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. എന്തോ എനിക്ക് കമ്പനിയിൽ നിന്ന് കുറെ പണം കിട്ടാറുണ്ട്. അരിയേഴ്സ് ഇന്ന് കിട്ടും. വീട് പണി കഴിയുമ്പോഴേക്ക് നീ വേറെ എന്ത് സ്കീമാണ് നീ തുടങ്ങുക എന്നാലിപ്പോ ഭയം. എന്റെ പൊന്നെ, ഞാൻ വേറെ ആരോട് പറയും? വല്ല ദിക്കിലും ഇരുന്ന് കുടിച്ച് പാതിരാക്കണ്ട. പിന്നെ വന്നാൽ ഒറ്റ ഉറക്കാണ്. ഞാനിവിടെ വല്ലതും വാങ്ങിച്ചു വെക്കാം, പന്നിയിറച്ചിയും. ഗോപി, ഗോപി, ഞാൻ പോയി. നീ ഇന്ന് പോണില്ലേ? പോവാം. ചേട്ടൻ എന്നാ വീട്ടിൽ വരുമോ? അടുത്ത ഞായറാഴ്ച. ഇനി 15 ദിവസമേ ഉള്ളൂ. അതിനകം പണം കൊണ്ട് ബോംബെയിൽ എത്തിയില്ലെങ്കിൽ NOC ക്യാൻസൽ ആവും. അറിയാം. കാലത്ത് എഴുന്നേറ്റ് ദിവസം അത് തന്നെ പാടണ്ട. ചേട്ടന് അതിന്റെ ഗൗരവം അറിയില്ല. ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇവിടെ നിൽക്കാം. പണം കൊണ്ട് പോകുന്നതല്ലേ സൗകര്യം. ചേട്ടൻ വരാൻ താമസിച്ചാൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നീ പോയിക്കോ. 20-25 സാധാരണ റേറ്റ്. എനിക്കായതുകൊണ്ട് അറിയാം. ചേട്ടൻ പേടിക്കണ്ട. ഖത്തറിലെത്തിയ ഒരു 4 മാസത്തിനിടക്ക് ഞാനിത് ചേട്ടൻ അയച്ചു തരും. കടായിട്ട് തന്നാ മതി. നീ പുറപ്പെട്ടോ. പണം ഞാൻ എത്തിക്കാം, അല്ലെങ്കിൽ കൊണ്ടുവരും. അനിയൻ പോയോ? ഇന്ന് അയക്കുന്നു. അവനെ സംഖ്യ കൊടുത്തില്ലെങ്കിൽ നാട്ടിൽ അമ്മയായിട്ട് കണ്ണീര് പിടിപ്പിക്കും. ചെക്കനൊരു വല്ലാത്ത ടൈപ്പാ. ഇന്ന് ശരിയാവുന്നില്ല ജയരാജൻ സാറ് പറഞ്ഞത്. രാത്രി എന്തൊക്കെ ദുസ്വപ്നങ്ങളാണ് എനിക്ക്. പറഞ്ഞ പോലെ നടക്കുമോ ചന്ദ്ര? നടക്കും. ഒന്നും തെറ്റില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. അയാൾക്കൊരു ബേജാറുമില്ല. ആദ്യം ജയരാജൻ സാറ് പറഞ്ഞപ്പോ തമാശയാണെന്ന് കരുതി. സമയമെടുക്കുമ്പോ എന്റെ ഉള്ളിപ്പിഴേ വിറയ്ക്കാനുണ്ട്. എന്റെ അനിയന്റെ ശല്യത്തിൽ നിന്നും ഒന്ന് രക്ഷ കിട്ടിയാൽ പിന്നെ ബാക്കിയൊന്നും സാരമില്ലാന്ന് തോന്നും. പക്ഷേ ഞാനൊരു പെരുങ്കള്ളനാവുകയാണെന്ന് ആലോചിക്കുമ്പോ എനിക്കും അളിയന്റെ തന്തയുടെ മുമ്പില് ഒരു 5000 രൂപ വലിച്ചിട്ട് കൊടുത്ത് 4 ന്യായം പറയണം. 3-1 വീതം എത്ര വരും ചന്ദ്ര? നമസ്കാരം. ഇവിടെ ഒരു സ്കൂട്ടറോ മോട്ടോർ സൈക്കിളോ വാങ്ങാൻ ബാങ്ക് ലോൺ കിട്ടും. മാസം മാസം എവിടെ നിന്ന് അടയ്ക്കും വിളിച്ചേട്ടാ. വീട്ടിലേക്ക് അയക്കട്ടെ. പിള്ളേ, എന്താ സാർ? ശമ്പളം കൊടുക്കാൻ എന്തിനാ 60,000 രൂപ ചെയ്യുന്നത്? 3 ദിവസം കഴിഞ്ഞാൽ ബോണസ് അഡ്വാൻസ്. അതിന് പിന്നെയും ബാങ്കിൽ പോകാതെ കഴിയാവല്ലോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ജയരാജൻ. ഞമ്മടെ മാറ്റി എഴുതാം. വേണ്ട, താൻ പൊയ്ക്കോ. സാർ 4 മണിക്കുമ്പോ വരില്ലേ? ഒരു 4 മണിക്കുമ്പോ ക്യാഷ് എത്തിയാൽ മതി. ജീപ്പിൽ സ്റ്റാഫിൽ ആരെങ്കിലും വന്നോട്ടെ. ഇൻ കേസ് സാറ് ലേറ്റ് ആവും തോന്നിയാ അവരെ നേരത്തെ വിട്ടാൽ മതി. തനിക്ക് ടൗണിൽ വരണമായിരിക്കും. എനിക്ക് ഫീൽഡ് വർക്കുണ്ട് സാർ. 4 മുമ്പ് ക്യാഷ് എത്തിയാൽ സൗകര്യമാണെന്ന് പിള്ള പറഞ്ഞു. തോമസോ കുമാരനോ ജീപ്പ് എടുത്ത് വരട്ടെ. തോമസ് എക്സൈസ് പേപ്പർ ശരിയാക്കാണ്. കുമാരനെ ചന്ദ്രന് ആരെങ്കിലും വിടാം.